ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സ്റ്റേക്കേഷൻ്റെ വീഡിയോ ആണ് വ്ളോഗായിട്ട് ഇട്ടിരിക്കുന്നത്. സമ്മർ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്രാവശ്യം ചൂസ് ചെയ്തത് ഹാംപ്ടൺ ബൈ ഹിൽട്ടൺ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലാണ്. ഇത് ഞങ്ങൾക്ക് അഗോഡ വഴിയാണ് ഓഫറിൽ കിട്ടിയതാണ്. റാസൽ ഖൈമയിലെ മർജാൻ ഐലൻഡിലാണ് ഈ ഹോട്ടലുള്ളത്. ഇവിടെ വേറെയും ഇഷ്ടം പോലെ ഹോട്ടൽസ് ഉണ്ട്. നിങ്ങളിതുപോലെ അഗോഡ വഴിയോ അല്ലെങ്കിൽ booking.com വഴിയൊക്കെ ഓഫർ നോക്കിയിട്ട് ബുക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ ചീപ്പ് റേറ്റിൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഈ ഹോട്ടലിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ബീച്ചും ഉണ്ട്, പൂളും ഉണ്ട്. സമ്മർ ആയതുകൊണ്ട് തന്നെ കുട്ടികൾ പുറത്തെവിടെയും പോകാൻ പറ്റാത്തൊരു വിഷമത്തിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒരു പൂളുള്ള ഒരു ഹോട്ടൽ ഒരു ദിവസം ബുക്ക് ചെയ്യാമെന്ന് വാക്ക് കൊടുത്തിരുന്നു. ഹോട്ടലിൻ്റെ ചെക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 3 PM ആണ്. പക്ഷെ ഞങ്ങൾ കുറച്ച് ലേറ്റായി, ഒരു 3:30 ഒക്കെ ആയി ഞങ്ങൾ എത്തിയപ്പോൾ. ഞങ്ങൾക്ക് ഈ ഹോട്ടൽ 240 ദിറംസിനാണ് കിട്ടിയത്. അതായത് ഞങ്ങൾ 4 പേർക്ക് കൂടി വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് 240 ദിറംസാണ് ആയുള്ളൂ. ഇതുപോലെ ഒരു ബീച്ചും പൂളും ഉള്ള ഒരു ഹോട്ടൽ ആ റേഞ്ചിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ഡീലാണ്. ഇവിടെ എക്സ്ട്രാ ഒരു ടൂറിസം ഫീ പറഞ്ഞിട്ട് 15 ദിറംസ് ഇവിടെ റിസപ്ഷനിൽ അവർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട്. അണ്ടർഗ്രൗണ്ടിൽ കാറ് പാർക്ക് ചെയ്തതിന് ശേഷം റിസപ്ഷൻ ഏരിയയിലോട്ട് പോവാണ്. നമ്മൾ സെലക്ട് ചെയ്ത ഡേ എന്ന് പറഞ്ഞാൽ ഒരു സൺഡേ ആയിരുന്നു. സൺഡേ ഓഫ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തിരക്കുണ്ട്. അതുപോലെ സ്കൂൾ ക്ലോസ് ചെയ്ത ടൈമും കൂടി ആയതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ഫാമിലീസ് ഇവിടെ സ്റ്റേക്കേഷനായിട്ട് വന്നിട്ടുണ്ട്. റിസപ്ഷൻ ഏരിയയും അതുപോലെ ഇവിടുത്തെ ഈ ലോബി ഫുള്ള് നല്ല തിരക്കായിരുന്നു. നമ്മൾ ബുക്ക് ചെയ്തത് ഡബിൾ ബെഡ്റൂം വിത്ത് സോഫ കം ബെഡാണ്. പക്ഷേ അവർ നമുക്ക് തന്നത് 2 സിംഗിൾ ബെഡ് ഉള്ള ഒരു റൂമാണ്. പക്ഷേ ബെഡ് അത്യാവശ്യം വലിപ്പമുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 2 പേർക്ക് ആ ബെഡിൽ കിടക്കാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവരോട് ചേഞ്ച് ചെയ്യാനൊന്നും പറഞ്ഞില്ല. വളരെ നീറ്റ് ആൻഡ് ക്ലീനായ ഒരു റൂമാണ്. അതുപോലെ ഇവിടെ നിന്ന് നോക്കിയാൽ നല്ലൊരു വ്യൂ ഉണ്ട്. ഇത് ഹോട്ടലിൻ്റെ ഫ്രണ്ട് സൈഡായിട്ടാണ് വരിക. ബാക്ക് സൈഡിലാണ് ഇവരെ പൂളും പിന്നെ വല്ല ബീച്ചും ഉണ്ട്.
നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. പിന്നെ എല്ലാ ടോയ്ലറ്ററീസും ടവൽസും എല്ലാം അവർ വെച്ചിട്ടുണ്ട്. കോഫി ഉണ്ടാക്കാനുള്ള കെറ്റിൽ, അതുപോലെ ചായപ്പൊടി, കോഫി പൗഡർ എല്ലാ ഹോട്ടലിലും കാണുന്ന പോലെ തന്നെ കുറച്ച് മിൽക്ക്, വാട്ടർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ലോക്കർ ഫെസിലിറ്റി ഉണ്ട്, അതുപോലെ ഒരു ഫ്രിഡ്ജ് ഉണ്ട്, പിന്നെ അയൺ ചെയ്യാനുള്ള അയണിങ് ടേബിൾ ഉണ്ട്. പിന്നെ നമുക്ക് സാധാരണ പോലെ ഹോട്ടൽസിലൊക്കെ കിട്ടുന്ന സ്ലിപ്പേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സാധനങ്ങളൊക്കെ വെച്ചതിന് ശേഷം താഴെ ഹോട്ടലിൻ്റെ റിസപ്ഷൻ ഏരിയ മാത്രമേ നമ്മൾ നേരത്തെ കണ്ടുള്ളൂ. ബാക്കി ഏരിയാസും കൂടി ഒന്ന് പോയി നോക്കിയിട്ട് നമുക്ക് പൂളിലോട്ടും ബീച്ചിലോട്ടും പോവാം എന്നുള്ളൊരു തീരുമാനത്തിലാണ്. ഇവിടുത്തെ പൂൾ ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺസെറ്റ് വരെയാണ്. പൂളാണെങ്കിലും ബീച്ചാണെങ്കിലും സൺസെറ്റ് കഴിഞ്ഞാൽ അവർ നമ്മളെ അലൗ ചെയ്യില്ല. ഫസ്റ്റ് നമ്മൾ ഈ പൂളിൻ്റെ സൈഡിലോട്ട് എത്തി. ഇപ്പോൾ സ്വിമ്മിംഗ് പൂളിൻ്റെ ഭാഗത്തു നിന്നുള്ള വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് ഇവിടെ. തിരിച്ച് റൂമിലോട്ട് പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം ജസ്റ്റ് പൂളിലും ബീച്ചിലും ഒക്കെ ഒന്ന് ഇറങ്ങി. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഫസ്റ്റ് ഡേ എടുത്തില്ല, കാരണം നല്ല തിരക്കായതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർ പെടുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അന്നത്തെ ദിവസം വീഡിയോ ഒന്നും എടുത്തില്ല. പിറ്റത്തെ ദിവസം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതുപോലെ പൂളിലും ബീച്ചിലും പോയിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് വീഡിയോസ് ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താം. ഫ്രഷായതിന് ശേഷം പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞു. ഇവിടെ അടുത്ത് തന്നെയാണ് അൽഹംറ മോളുള്ളത്. കഴിക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു. പക്ഷേ അൽഹംറ മോളിൽ ഞങ്ങൾക്ക് പിസ്സ ഹട്ട് കിട്ടിയില്ല. അതിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ടാണ് പിസ്സ ഹട്ട്. അപ്പം ഞങ്ങൾ തിരിച്ച് റൂമിൽ തന്നെ വന്ന് സ്മൈൽസിൽ പിസ്സ ഹട്ടിൽ നിന്ന് പിസ്സ ഓർഡർ ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റിന് പോകുന്ന വഴി കുറച്ച് വീഡിയോസ് എടുത്തു. അവിടുത്തെ മോർണിംഗ് വ്യൂസാണ് ഈ കാണുന്നത്.
രാവിലെ നമ്മളിവിടെ നോക്കുമ്പോൾ ആരെയും കാണാനില്ല, പൂളിലും ബീച്ചിലും ഒന്നും ആരെയും കാണാനില്ല. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമായിരിക്കും ഇങ്ങോട്ട് വരിക എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് റിസപ്ഷൻ ഏരിയയിലോട്ട് തന്നെ വന്നു. റിസപ്ഷൻ ഏരിയയുടെ അടുത്തായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് 1-2 ഐറ്റംസൊക്കെ എടുത്ത് നമ്മൾ കഴിച്ചതിന് ശേഷം പെട്ടെന്ന് റൂമിലോട്ട് തിരിച്ചെത്തി. പൂൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ താഴോട്ട് തന്നെ വന്നു. ഫസ്റ്റ് നമ്മൾ ബീച്ചിലോട്ടാണ് പോകുന്നത്. ബീച്ചിൽ പോയിട്ട് നമുക്ക് പൂളിലോട്ട് വരാം എന്നുള്ളൊരു തീരുമാനത്തിലാണ്. കാരണം ചൂടായതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞാൽ ബീച്ച് നല്ല ഹോട്ടായിരിക്കും. പൂളിൻ്റെ ടെമ്പറേച്ചർ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. വാട്ടർ ആക്ടിവിറ്റീസായ ജെറ്റ് സ്കീ,
അതുപോലെ വാട്ടർ സ്കൂട്ടർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. വേണ്ടവർക്ക് ഇവിടെ വന്നിട്ട് ട്രൈ ചെയ്യാം. നമ്മൾ കുറച്ച് നേരം ബീച്ചിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം തിരിച്ച് പൂളിലോട്ട് തന്നെ എത്തി. നമ്മുടെ ചെക്കൗട്ട് ടൈം എന്ന് പറയുന്നത് 12 PM ആണ്. ക്ലോക്ക് ആയപ്പോൾ നമ്മൾ പൂളിൽ നിന്ന് ഇറങ്ങി തിരിച്ച് റൂമിലോട്ട് വന്ന് ഫ്രഷ് ആയതിനു ശേഷം സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് പോവാണ്. എല്ലാവർക്കും ഉറപ്പായിട്ടും സമ്മറിലാണെങ്കിലും വിൻ്ററിലാണെങ്കിലും വന്ന് താമസിക്കാൻ പറ്റുന്ന ഒരു ഹോട്ടലാണ് ഹാംപ്ടൺ ബൈ ഹിൽട്ടൺ. ഇവിടുത്തെ സർവീസും ഇവിടുത്തെ ആൾക്കാരൊക്കെ വളരെ നീറ്റായിരുന്നു. നല്ല പെരുമാറ്റമായിരുന്നു അവരുടെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മളെന്തായാലും ഈ ഹോട്ടൽ നിങ്ങൾക്കൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ടുള്ളവർക്ക് കമൻറ്റിൽ നമ്മളോട് ചോദിക്കാം.